ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്ക് വന്നിട്ട് കൊച്ചിയിലാണ്. ഇന്നൊരു എൻഗേജ്മെൻറ്റ് മേക്കപ്പാണ്. ബ്രൈഡിനും ഗ്രൂമിനും ഇന്ന് മേക്കപ്പ് ഉണ്ട്, രണ്ടാളൊന്നും ഒരേ സ്ഥലത്തു നിന്നാണ് രാവിലെ റെഡി ആവുന്നത്. ഇന്ന് ബോൾഗാട്ടിയിൽ വെച്ചിട്ടാണ് എൻഗേജ്മെൻറ്റ് മേക്കപ്പ് കേട്ടോ. പലപ്പോഴും പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഗ്രൂമിന് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും ബ്രൈഡും ഗ്രൂമും ഒരുമിച്ചാണ് ചെയ്യാറുള്ളത്. ഗ്രൂമിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ഒരു സെക്ഷൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ബ്രൈഡ് ഉണ്ടെങ്കിൽ ഗ്രൂമിന് മേക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഗ്രൂമിനായിട്ട് മാത്രമായിട്ട് എന്നെ ഒരുപാട് പേര് അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഗ്രൂമിനാണെങ്കിലും ഇന്നൊരു സിമ്പിൾ മേക്കപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. ഗ്രൂമിന് ഒരുപാട് നമ്മൾ അങ്ങനെ ഒരു മേക്കപ്പ് ഒന്നും കൊടുക്കാറില്ല, സ്കിൻ ടോൺ ബേസ് ചെയ്തിട്ടുള്ളൊരു മേക്കപ്പ്. ഇപ്പോൾ ബ്രൈഡിൻ്റെ കാര്യം വന്നിട്ട് പറയുകയാണെങ്കിൽ മോൾക്ക് സ്കിന്നിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ള ഒരു സ്കിന്നാണ്. ഇത്തിരി പിമ്പിൾസും അതുപോലെ പിമ്പിൾ സ്കാർസും ഒക്കെ ഉള്ളൊരു സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എയർ ബ്രഷ് മേക്കപ്പാണ് കൊടുക്കുന്നത്. എയർ ബ്രഷ് മേക്കപ്പ് ആകുമ്പോൾ നല്ലൊരു കവറേജ് കിട്ടും, എന്നാൽ ഓവർ ആവാണ്ട് തന്നെ സ്കിന്ന് എൻഹാൻസ് ചെയ്ത് നിൽക്കും. സോ അതുകൊണ്ട് അങ്ങനെ ഒരു മേക്കപ്പാണ്. ഐ മേക്കപ്പ് ആണെങ്കിലും ഒരുപാട് ഇങ്ങനെ ഡാർക്ക് അല്ലാണ്ട് ഒരു സെറ്റിലായിട്ടുള്ള ഐ മേക്കപ്പാണ് കൊടുക്കുന്നത്. പിന്നെ ഈ മോൾക്കാണെങ്കിലും മേക്കപ്പിനെ കുറിച്ചായാലും ഹെയർ സ്റ്റൈലിനെ കുറിച്ചായാലൊക്കെ കുറച്ച് എന്താ പറയുക, പുള്ളിക്കാരിയുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഹെയർ സ്റ്റൈലാണെങ്കിലും ഒരു ഓപ്പൺ സ്റ്റൈലാണ് പുള്ളിക്കാരിക്ക് വേണ്ടത്. അപ്പോൾ നോക്കിയപ്പോൾ ഓപ്പൺ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ തന്നെ നന്നായിട്ട് ബാങ്ക്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒത്തിരി ഹെയർ മുഖത്തേക്ക് വന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഇറിറ്റേഷൻ ഉണ്ടാവുകയും പിന്നെ നമ്മുടെ കോൺഷ്യസ് എല്ലാം ഇങ്ങനെ ഹെയറിലോ മുഖത്ത് കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴൊക്കെ അപ്പോൾ നമ്മളൊരു കോൺസെൻട്രേഷൻ കിട്ടാണ്ടായിട്ട് വരും. അങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മുടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കാണാറില്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കല്യാണത്തിനും എൻഗേജ്മെൻറ്റിന് മുമ്പൊക്കെ ആയിട്ട് ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ചോദിക്കുക, ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോറാവുമോ, അങ്ങനെയൊക്കെ. പ്രത്യേകിച്ച് ട്രഡീഷണൽ ഹെയർ സ്റ്റൈലിൽ ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യുന്ന അവസരത്തിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതിന് ശേഷം നമുക്ക് അവരോട് ചോദിച്ചതിന് ശേഷം കട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഒരു ഓപ്പൺ സ്റ്റൈലാണെങ്കിൽ കൂടി ഒന്ന് ടൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ചെറുതായിട്ടൊരു ടൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഔട്ട്ഫിറ്റായിരുന്നു. ട്രഡീഷണൽ സെറ്റും മുണ്ടും ആയിരുന്നു വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്ലൗസ് ആണെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല നാച്ചുറൽ ലുക്കായിരുന്നു. ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പോലെ തന്നെ മോൾക്കും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഓരോ വർക്കുകളും ചെയ്തു പോകുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.